ഇത് ഡിസംബർ 5-ാം തീയതി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാളും ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് തൃശ്ശൂരോട്ട് പോവാണേ. അപ്പോൾ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ പുറത്തുനിന്നാണ് കഴിച്ചത്. അപ്പോൾ ഒരു ഹോട്ടലിൽ നിന്ന് ചോറ് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രണ്ടാളും കൂടി ചോറൊക്കെ കഴിച്ചിട്ട് നേരെ തൃശ്ശൂരോട്ട് പോവാണ് കേട്ടോ. വേറെ എങ്ങോട്ടുമല്ല, നമ്മൾ മണ്ണുത്തി പള്ളിയിലോട്ട് പോവാണേ. പിന്നെ നമ്മുടെ ഉമ്മ മരിച്ചിട്ട് ഒരു കൊല്ലം തികയാണ് കേട്ടോ. പാണ്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഖബർസ്ഥാനിൽ പോകണം, സിയാറത്ത് ചെയ്യണം, പിന്നെ ചീരണി വാങ്ങിച്ചു കൊടുത്തിട്ട് ദുആ ചെയ്യിപ്പിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞാണ് പോകുന്നത്. അപ്പം അവിടെ മണ്ണുത്തിൻ്റെ അടുത്തുള്ള ഒരു ബേക്കറിയിൽ കയറിയിട്ട് നമ്മൾ അവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചീരിന് കൊടുക്കാൻ വേണ്ടിയിട്ടേ. അപ്പം 1-2 ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ പള്ളിയിലോട്ട് പോവുകയാണേ. പോകുന്ന വഴിക്ക് ഇർഫാൻ്റെ ഒരു മൂത്താപ്പായി വഴിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളോട് കുറച്ചെല്ലാം വർത്താനമൊക്കെ പറഞ്ഞ് നിന്നിട്ട് ആൾ പോയേ. അപ്പോൾ ആൾ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നേരെ പള്ളിയിലോട്ട് വന്നിട്ടുണ്ടേ. അപ്പോൾ ഇതാണ് കേട്ടോ മുല്ലക്കര പള്ളി. അപ്പോൾ നമ്മുടെ വാപ്പായും ഉമ്മയും രണ്ടാളെയും കബറടക്കിയേക്കുന്നത് ഇവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഇങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ പുല്ലൊക്കെ ഒരുപാട് മുളച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവനതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പുല്ലൊക്കെ വൃത്തിയാക്കണം, പിന്നെ സിയാറത്ത് ചെയ്യണം, രണ്ടാളിടത്തും പോകണ്ടായോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ യാസീനൊക്കെ ഓതാന്ന് പറഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് അറിയത്തില്ല, എന്തോ ഇവിടെ നിന്നൊരു സങ്കടം പെട്ടെന്ന് വന്ന് 1 വർഷം ബാക്കിലോട്ട് പോയി. ആകെപ്പാട് മരവിച്ചൊരു ദിവസം ഓർക്കാൻ കൂടി ഇഷ്ടപ്പെടുന്നില്ല. അപ്പം അങ്ങനെ ഒക്കെപ്പാട് ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ച് ഇങ്ങനെ എന്തൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് അവനൊക്കെപ്പാട് കഴിഞ്ഞിങ്ങനെ വരാണ് കേട്ടോ. അവൻ്റെ പറയാണ് അവൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും പരാതികളും ഒക്കെ പറഞ്ഞ് എന്നെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു വിടുന്നതൊക്കെ ഇങ്ങനെ തമാശയ്ക്ക് പറയാണ് കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്നൊരു കാര്യം ആലോചിച്ച്. കുറച്ചാൾ മുന്നേ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ രണ്ടാളല്ലല്ലോ വീട്ടിൽ, നല്ല സന്തോഷം സമാധാനമൊക്കെ ആയിരിക്കുമല്ലോ എന്നൊക്കെ. വെറുതെയാണ്. അപ്പോൾ നമ്മുടെ മാതാപിതാക്കളൊക്കെ ഇല്ലാത്ത വീടെന്ന് പറഞ്ഞാൽ അതൊരു വീടെന്നൊന്നും പറയാൻ കൊള്ളില്ല. അപ്പം എല്ലാവർക്കും ഒരുപോലത്തെ സിറ്റുവേഷൻ ആകത്തോണ്ടായിരിക്കും ആൾ എന്നോട് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മളുള്ള കാലം എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചൊക്കെ കഴിയാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് മണ്ണുത്തി ഒരു ബജ്ജിക്കടോട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ നിന്ന് ചൂട് ബജ്ജി ഉണ്ടായിരുന്നു കുറേ. അങ്ങനെ ചൂട് ബജ്ജിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മളവിടെ നേരെ ഒരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു.